SSLC മാത്തമാറ്റിക്സിലെ 10ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സിലെ 11ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ജോമെട്രി ആൻഡ് ആൾജിബ്ര എന്ന ചാപ്റ്ററിൽ വരുന്ന എല്ലാ ഇക്വേഷൻസും ഒരൊറ്റ വീഡിയോയിൽ ചെയ്യാൻ കരുതുകയാണ്. തുടങ്ങാം. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മിഡ് പോയിന്റ് അല്ലെങ്കിൽ മധ്യബിന്ദു എന്നുള്ളൊരു കൺസെപ്റ്റുമായിട്ടാണ്. 2 പോയിന്റുകൾ എ എന്ന് പറഞ്ഞൊരു പോയിന്റ് x1 y1 എന്നുള്ളതാണ് അതിൻ്റെ കോർഡിനേറ്റ് എഴുതാൻ അറിയാമല്ലോ. ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 2 കോർഡിനേറ്റ് ആയിട്ടാണ് ഉണ്ടാകുക, എക്സ് കോമ വൈ. അപ്പോൾ നമ്മൾ കോർഡിനേറ്റ്സിൻ്റെ ഇക്വേഷൻ ആയിക്കാണെങ്കിൽ പറയുന്ന സമയത്ത് ഉണ്ടാകുക. അതേപോലെ തന്നെ അടുത്ത പോയിന്റ് ബി x2 y2. ഇങ്ങനെ 2 പോയിന്റുകൾ തമ്മിൽ ഒരു ലൈൻ വരച്ചാൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു മിഡ് പോയിന്റ് ഉണ്ടാവും. മിഡ് പോയിന്റിൻ്റെ ഇക്വേഷൻ ഇതാണ്: x1 പ്ലസ് x2 ബൈ 2 കോമ y1 പ്ലസ് y2/2. ഇതായിരിക്കും നമ്മുടെ മിഡ് പോയിന്റിൻ്റെ കോർഡിനേറ്റ് വരിക. ഇനി അടുത്തതായിട്ട് സെൻട്രോയിഡ്, അഥവാ 2 പോയിന്റിൻ്റെ മിഡ് പോയിന്റ് ആണെങ്കിൽ 3 പോയിന്റിൻ്റെ സെൻറ്ററിലുള്ളത് സെൻട്രോയിഡ് ആണ്. അതെങ്ങനെ നോക്കാം. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ട്രയാങ്കിളിൻ്റെ മീഡിയൻസിൻ്റെ മീറ്റിംഗ് പോയിന്റ് ആണ് സെൻട്രോയിഡ് എന്നൊക്കെ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ട്രയാങ്കിളിൻ്റെ 3 വെർട്ടെക്സുകൾ x1 y1 x2 y2 x3 y3 ആണെങ്കിൽ അതിൻ്റെ സെൻട്രോയിഡിൻ്റെ ഇക്വേഷൻ കോർഡിനേറ്റ്സ് x1 പ്ലസ് x2 പ്ലസ് x3 ബൈ 3 കോമ y1 പ്ലസ് y2 പ്ലസ് y3/3 എന്നുള്ളതായിരിക്കും. ഇനി അതേപോലെ തന്നെ നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈൻസിനെ പറ്റിയിട്ടാണ്. ലൈനിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം ലൈനിൻ്റെ സ്ലോപ്പാണ്. സ്ലോപ്പ് m is equal to y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ആണ്. അതേപോലെ തന്നെ ലൈനിൻ്റെ ഇക്വേഷൻ y മൈനസ് y1 is equal to m ഇൻറ്റു x മൈനസ് x1 ആണ്. ഈ പോയിന്റുകളൊക്കെ ലൈനിലുള്ള പോയിന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണേ. ഇനി അതേപോലെ തന്നെ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്നത് റേഷ്യോ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. ഒരു ലൈനിനെ ഏതെങ്കിലും ഒരു റേഷ്യോ m:n എന്നുള്ളൊരു റേഷ്യോയിൽ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ കട്ട് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ കട്ട് ചെയ്യുന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും കോർഡിനേറ്റ് വരിക. അവിടുത്തെ എക്സ് കോർഡിനേറ്റ് ഇങ്ങനെയായിരിക്കും: mx2 പ്ലസ് nx1 ഡിവൈഡഡ് ബൈ m പ്ലസ് n കോമ. അടുത്ത ഇതേപോലെ തന്നെ y കോർഡിനേറ്റ് ഇങ്ങനെയായിരിക്കും: my2 പ്ലസ് ny1 ഡിവൈഡഡ് ബൈ m പ്ലസ് n. പിന്നെ ഒരു കാര്യം, ഈ ചാപ്റ്റർ മൊത്തം ഒരു ബൈ 1 ഗെറ്റ് 1 ഓഫറിൽ പഠിക്കാൻ പറ്റിയ ചാപ്റ്ററാണ്. എക്സിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കയ്യിലേക്ക് എന്ത് വരും? y വരും എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇനി അതേപോലെ തന്നെ സർക്കിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് ആദ്യമായിട്ട് ഒറിജിൻ സെൻറ്റർ ആയിട്ടുള്ള സർക്കിളാണ്, അഥവാ എക്സ് ആക്സിസും വൈ ആക്സിസും കൂട്ടിമുട്ടുന്ന പോയിന്റാണ് ഒറിജിൻ. ആ ഒറിജിനൽ കുതി നമ്മളൊരു സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ ആ സർക്കിളിൻ്റെ റേഡിയസ് കാണാനുള്ള ഇക്വേഷനാണ് √(x²+ y²). ആ സർക്കിളിൻ്റെ ഇക്വേഷനാണ് x² + y² = r². കാരണം ആ റൂട്ട് അങ്ങോട്ട് തട്ടിയാൽ r² ആയി. ഇനി അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് a, b എന്ന് എടുക്കാം. a, b എന്നൊരു പോയിന്റ് സെൻറ്റർ ആയിട്ടുള്ള ഒരു സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സർക്കിളിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്: x മൈനസ് a² പ്ലസ് y മൈനസ് b² = r². അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിലുള്ളത്. പിന്നെ അതേപോലെ തന്നെ മിഡ് പോയിന്റിൻ്റെ ഒക്കെ ഒരു കൺസെപ്റ്റ് വെച്ച് കണ്ട് പാരലലോഗ്രാമിൻ്റെ ഒരു ഐഡിയ പറയുന്നുണ്ട്. പാരലലോഗ്രാമിൻ്റെ 4th വെർട്ടെക്സ് കാണാൻ അത് നമ്മൾ മാത്സ് യുടെ യൂട്യൂബ് ചാനലിൽ